ഉം, ഞാൻ കാരശ്ശേരി മാഷിലേക്ക് വിട്ടു. മാഷേ, ഈ ധാർമ്മികത, സത്യസന്ധത അല്ലെങ്കിൽ നൈതികത എന്നൊക്കെ നമ്മൾ കാലാകാലങ്ങളായി സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഈ മൂല്യങ്ങൾ, അതിന് പുതിയ കാലത്ത് പുതിയ വ്യാഖ്യാനങ്ങളാണ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏത് വ്യാഖ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് ന്യായീകരണത്തിൻ്റെ ചുവട് പിടിച്ചായിരിക്കും കോൺഗ്രസ് നേതൃത്വം ഈ കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും എന്നാൽ ജനപ്രതിനിധിയായി തുടരാൻ രാഹുലിനെ പോലൊരാളെ അനുവദിക്കുകയും ചെയ്യുന്നതിലൂടെ കേരളത്തിന് മുന്നിൽ പ്രകാശിപ്പിക്കുന്നത്? ഇത് രാജി ആവശ്യപ്പെടുന്നതിൽ, അതായത് MLA സ്ഥാനം രാജി വയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൽ ഒരു ന്യായീകരണവും ഒരു യുക്തിയുമില്ല എന്നാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ പോലെ വളരെ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ചോദിക്കുമ്പോൾ പറയുന്നത് CPM അത് ചെയ്തിട്ടുണ്ടോ, BJP അത് ചെയ്യാറുണ്ടോ എന്നൊക്കെയാണ്. എങ്ങനെ കാണുന്നു മാഷെ ഈ സംഭവങ്ങളെ? ഗോപികൃഷ്ണൻ, ഞാൻ വ്യക്തിപരമായിട്ട് വളരെ വിഷമത്തിലാണ്. ഇതാണ് കാരണം എന്ന് വിചാരിച്ചാൽ, സ്ത്രീത്വം എത്ര അരക്ഷിതമായൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അമ്പരപ്പോട് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സുകാരെ ഞാനൊരു വാക്യം ഓർമ്മിപ്പിക്കുകയാണ്. 1924 അവരുടെ പ്രസിഡൻ്റായിരുന്ന മഹാത്മാഗാന്ധിയാണിത് പറഞ്ഞത്. ഇന്ത്യയിലെ ഏത് നഗരത്തിലും ഏത് ഗ്രാമത്തിലും ഏത് സ്ത്രീക്കും ഏത് നേരത്തും സുരക്ഷിതമായിരിക്കാൻ പറ്റുമ്പോൾ മാത്രമേ ഇന്ത്യ സ്വതന്ത്രമായി എന്ന് ഞാൻ പറയുകയുള്ളൂ എന്ന്. ഇവിടെ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴത്തെ ചാനൽ ചർച്ചയിലെ വാർത്തകൾ, അതുപോലെ ചർച്ചകളൊക്കെ ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും പേരമക്കൾക്കും മരുമക്കൾക്കും ഒന്നിച്ചിരുന്ന് കാണാവുന്ന ഒരു സ്ഥിതിയാണോ? സകുടുംബം കാണാവുന്ന ചിത്രം എന്നൊരു പേരുണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക് പണ്ട് കാലത്ത്. ഇപ്പോൾ ഒന്നും ഇല്ലായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ചർച്ച ചെയ്യുക? ഇത് പറയുന്നവൻ എങ്ങനെയാണ് നാണം കെട്ടു പോവുക? കേൾക്കുന്നവൻ എങ്ങനെയാണ് നാണം കെട്ടു പോവുക? എന്നിട്ട് ഈ തരത്തിലുള്ളപ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന, എനിക്ക് മാത്രമല്ല അനേക ലക്ഷം മലയാളികൾക്ക് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു യുവതാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ വാസ്തവത്തിൽ വിഷമമുണ്ട്. എനിക്കൊരു ചെറിയ പരിചയമുള്ള ആളാണ്. പക്ഷെ നമ്മൾ സത്യം പറയണമല്ലോ. അപ്പോൾ ഇത്തരം കേസുകളിലൊക്കെ പെട്ട രാഷ്ട്രീയക്കാർക്ക് എന്തു പറ്റി എന്ന് അദ്ദേഹം ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. ശരിക്കും ഞാൻ അമ്പരന്നു. അതായത് ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, UP നിന്ന് 6 വട്ടം ലോക്സഭാ MP ആയ ബ്രിജ്ഭൂഷണിൻ്റെ പേരിൽ ഒരു കേസ് വന്നു. 2022 ആ കേസ് ആരംഭിക്കുന്നത്. അദ്ദേഹം റിസ്ലിംഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം MP സ്ഥാനവും ഈ റിസ്ലിംഗ് ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനവും ദുരുപയോഗം ചെയ്തുകൊണ്ട് അനേകം കായിക താരങ്ങളെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പരാതി പറയുന്നു. ആരാണ്? ഇന്ത്യക്ക് വേണ്ടി വലിയ മെഡലുകൾ നേടിയ സാക്ഷി മാലിക്കിനെ പോലുള്ള താരങ്ങളാണ്. അവരുടെ മെഡൽ, ഈ രാജ്യത്തിൻ്റെ അഭിമാനമായ മെഡൽ റോട്ടിലും തോട്ടിലും വലിച്ചെറിയാണ്. എന്തുണ്ടായി? കേസൊക്കെ എടുത്ത് ഒന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. 2024 അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുത്തില്ല BJP. പകരം അദ്ദേഹത്തിൻ്റെ മകന് ടിക്കറ്റ് കൊടുത്തു. ആ മകൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, 1,48,000 വോട്ടിന് ജയിച്ചു. അത്ര വലിയ ഭൂരിപക്ഷം ജയിച്ചു. അപ്പോൾ സ്ത്രീത്വം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ അനവധി പേരുകൾ ഇവിടെ ഇപ്പോൾ ആൾ പറഞ്ഞു, അതൊക്കെ എനിക്കിഷ്ടമില്ല. അതായത് കോൺഗ്രസ്സുകാർ ചോദിക്കരുത് CPMകാർ മുകേഷിനെ കൊണ്ട് രാജിവെപ്പിച്ചോന്ന്. അപ്പോൾ ഇവരും തമ്മിലൊരു വ്യത്യാസമില്ല എന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എനിക്ക് ഒരു ചെറിയ പരിചയമുള്ള ആളാണ് ജിൻഡോ ജോൺ. അദ്ദേഹത്തെ ഒരു ചെറിയ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പാലക്കാട്ട് നിന്ന് ജയിച്ച രാഹുൽ മാങ്കൂട്ടം UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതേസമയം അദ്ദേഹം കോൺഗ്രസ് ചിഹ്നത്തിലാണ് മത്സരിച്ചത്, UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ അഭിമാനിക്കുകയും അദ്ദേഹത്തെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്ന UDFലെ മുസ്ലിം ലീഗ് അടക്കമുള്ള അനേകം പാർട്ടി പ്രവർത്തകരുണ്ട്. അവരോട് എന്താണ് കോൺഗ്രസ് കാണിക്കുന്ന ഉത്തരവാദിത്തം? അതായത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്കെങ്കിലും സസ്പെൻഡ് ചെയ്യപ്പെടാൻ മാത്രം കുറ്റം ചെയ്തു എന്ന് കോൺഗ്രസ് കരുതുന്ന ഒരാൾ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കാൻ യോഗ്യനല്ല എന്ന് കോൺഗ്രസ് കരുതുന്ന ഒരാൾ, പാലക്കാട്ടെ
MP ആയിരിക്കാൻ യോഗ്യനാണ് എന്ന് പറയുമ്പോൾ MLA എന്തൊരു വൈരുദ്ധ്യമാണ്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞ തെറ്റി, ക്ഷമിക്കണം, പാലക്കാട് MLA. അപ്പോൾ അദ്ദേഹം MLA ആയിരിക്കാൻ യോഗ്യനാണ്, മറ്റൊന്നിനും യോഗ്യനല്ല എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ, എന്തൊരു തമാശയാണ്. പിന്നെ തനിക്ക് തെറ്റുപറ്റി എങ്കിൽ, വളരെ ചെറുപ്പമാണ്, 35 വയസ്സേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന്. തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റി എന്ന് തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും ജനങ്ങളോട് മാപ്പ് പറയുകയും അത് തിരുത്താമെന്ന് വാക്ക് പറയുകയും ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരാളാണ് അദ്ദേഹം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓഡിയോ ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് അത് ന്യായീകരിക്കുകയും പിന്നെ പത്രക്കാരെ മുമ്പെന്ന് ഓടി രക്ഷപ്പെടുകയും വീട്ടിലൊളിക്കുകയോ ഒന്നും ചെയ്യരുത്. അദ്ദേഹത്തിന് ആയുസ്സുണ്ടെങ്കിൽ വലിയ ഭാവിയുള്ളൊരു രാഷ്ട്രീയക്കാരനാണ്, മിടുക്കനാണ്. അദ്ദേഹത്തിന് ഭാഷകളറിയാം, കാര്യമറിയാം, വളരെ ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അതിലൊന്നും എനിക്ക് തർക്കമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ പോലെ അനേക ലക്ഷം ആളുകൾക്ക് വളരെ പ്രതീക്ഷ ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്, അദ്ദേഹം കാണിക്കേണ്ട മാതൃക എന്താണ്? എനിക്ക് ഇന്ന തെറ്റുപറ്റി, ഞാൻ അതിൽ ഖേദിക്കുന്നു, ഞാൻ അതിൽ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ ഈ സന്ദർഭത്തിൽ ഞാൻ പാലക്കാട് MLA ആയി തുടരുന്നത് ശരിയല്ല, അതെൻ്റെ പാർട്ടിക്കും എൻ്റെ മുന്നണിക്കും എനിക്ക് വോട്ട് ചെയ്ത് അവിടുത്തെ ജനങ്ങൾക്കും, ഇതൊന്നും അല്ലാത്ത എത്ര ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്ന ഈ സംഗതിയെപ്പറ്റി ഇപ്പോൾ പത്രങ്ങളിൽ കണ്ടത്, വാർത്തയിൽ കണ്ടത് എന്താണ്? എങ്ങാനും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ BJP കയറിയാലോ അല്ലെങ്കിൽ LDF കയറിയാലോ, ഇപ്പോൾ സ്ത്രീകളിൽ നിന്ന് ഇത് മറക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഉടനെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് പ്രതിഫലിക്കും എന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിവേകം കോൺഗ്രസ് കാണിക്കണം. പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് കേരളത്തിലെ എത്രയോ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നതാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ചർച്ചകളിൽ വളരെ ആവേശത്തോടുകൂടി പങ്കെടുക്കുകയും യുക്തിഭദ്രതയോടുകൂടി വാദങ്ങൾ അവതരിപ്പിക്കുകയും അങ്ങനെ മനോഹരമായ ഭാഷയിൽ ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്ത ഒരു യുവതാരമായി മാറിക്കഴിഞ്ഞിരുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു പിഴവ് സംഭവിക്കുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ അയാൾക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നും ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അയാൾ ജനപ്രതിനിധിയായിരിക്കാൻ ഈ ഘട്ടത്തിൽ യോഗ്യതയില്ല എന്നുമൊക്കെ പറയാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം ചില നടപടികൾ സ്വീകരിക്കുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നും. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊടാൻ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യം അത് രാഹുലിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? എന്ത് ഭയന്നിട്ടാണ്? എന്താണ് ഭയക്കാനുള്ളത്? സത്യം പറഞ്ഞാൽ ഗോപികൃഷ്ണൻ, അതിൻ്റെ കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം MLA ആയത് അദ്ദേഹം ഒറ്റയ്ക്കല്ലല്ലോ, അത് തീരുമാനിച്ചത് കോൺഗ്രസിൻ്റെ സീറ്റാണ്. കോൺഗ്രസിൽ ആരാണ് സ്ഥാനാർത്ഥിയാവുന്നത് തീരുമാനിച്ചത് കോൺഗ്രസ് ആണ്. പിന്നെ അദ്ദേഹത്തെ നിർത്തിയത് UDF ആണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചത് UDF ആണ്. ആ UDFൻ്റെ ഒക്കെ സത്യത്തിൽ, അതായത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സംഗതി അഭിമാനമല്ലേ? ആ അഭിമാനത്തെ ഒരു തരത്തിലും താറടിക്കുന്ന പണി ഒരാൾ ചെയ്യാൻ പാടില്ല. സ്വന്തം പാർട്ടിക്കാർക്ക് തലകുനിക്കേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കുകയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് കേട്ട ആളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത്, മനുഷ്യരല്ലേ, തെറ്റുപറ്റി, അദ്ദേഹം ചെറുപ്പക്കാരനാണ്, തെറ്റുപറ്റി, ആ തെറ്റുപറ്റിയത് ഏറ്റുപറഞ്ഞ് അത് അംഗീകരിച്ച് അതിൽ ക്ഷമ ചോദിച്ച് അത് തിരുത്താൻ ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. അതല്ലാതെ ഈ തരത്തിലുള്ള ഗിമ്മിക്സ് കാണിക്കുന്നതൊക്കെ സത്യത്തിൽ ജനങ്ങളോട് ബഹുമാനമില്ലാത്തത് കൊണ്ടും ജനാധിപത്യത്തോട് വാസ്തവമായ ആദരം ഇല്ലാത്തതുകൊണ്ടുമാണ്. ഒരു MLA എന്ന് പറയുന്നത് ഒരു ചെറിയ ആളല്ല. അദ്ദേഹത്തിൻ്റെ ആ കാരണമുള്ള ബോർഡ് എന്ന് പറയുന്നത് എന്നെ ബാധിക്കും ഗോപികൃഷ്ണൻ. ഞാനൊരു മലയാളിയാണ്, അല്ലെ ഇന്ത്യക്കാരനാണ്. ഇപ്പോൾ ബ്രിജ്ഭൂഷൺ ഒരു തരത്തിലുള്ള ശിക്ഷയ്ക്കും അർഹനായില്ല. ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് അഴിമതി കേസിൽ അകത്തു പോയപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മകനെ നിർത്തി. ഭാഗ്യത്തിന് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ മകനെ ആളുകൾ തോൽപ്പിച്ചു. ബ്രിജ്ഭൂഷൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മകൻ കിരൺ ഭൂഷൺ 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുകയാണ്. അപ്പോൾ അതേ ഒരു കുറ്റമില്ല. ഇപ്പോൾ ബ്രിജ്ഭൂഷൺ ഒരു കുറ്റമില്ല. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയധികം കാലം ജോലി ചെയ്ത കായിക താരങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീത്വം എത്ര അരക്ഷിതമാണ് എന്നിപ്പോൾ. ഒരു പെണ്ണധിക നാടാണ് കേരളം. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 52% ജനസംഖ്യയിൽ പെണ്ണുങ്ങളുടെ നാടാണ് കേരളം. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള രക്ഷയില്ല എന്ന് വരികയാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഓഡിയോ ക്ലിപ്പിലൊക്കെ പറയുന്നത്?
നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് തന്നെ കൊല്ലാൻ എത്ര സെക്കൻഡ് മതി എന്ന് ചോദിക്കുകയാണ്. ഒരു MLA ആണ് ഈ ചോദിക്കുന്നത്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ സംഭാഷണമല്ല, അതൊക്കെ കൃത്രിമമായി ഉണ്ടാക്കിയാന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് കേട്ടുപരിചയമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ സംസാര രീതിയാണ്, അത് അദ്ദേഹം പറഞ്ഞു തന്നെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തെറ്റുപറ്റി. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് എപ്പോഴുള്ള പ്രശ്നം അവർക്ക് തെറ്റുപറ്റിയെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. അവരെപ്പോഴും അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറയും. അങ്ങേയറ്റം വരെ എന്താ ജാഗ്രത കുറവുണ്ടായി, തെറ്റുപറ്റി, മനുഷ്യർക്ക് തെറ്റുപറ്റും, അതിൽ ഒന്നുമില്ല, അത് സാധാരണമായൊരു കാര്യമാണ്. അപ്പോൾ ഒരു വളരെ ഭാവിയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ ഭാവിയെപ്പറ്റിയും വ്യക്തിത്വത്തെപ്പറ്റിയും ഒക്കെ ഇപ്പോൾ നേരത്തെ ഗോപീഷൻ ചോദിച്ചല്ലോ ജിൻഡോ ജോണിനോട്, അതായത് പരാതി വാക്കാൽ കിട്ടിയാൽ പോരെ, അത് എഴുതി കൊടുത്തെന്ന് എനിക്കറിഞ്ഞൂട കേട്ടോ. പക്ഷേ പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് പലരും പല മട്ടിൽ പറഞ്ഞതിനെപ്പറ്റി, പലരോടും പറഞ്ഞതിനെപ്പറ്റി നമ്മൾ നവമാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞൂടാ, പക്ഷേ വാക്കാൽ കിട്ടിയാൽ മതിയല്ലോ. അദ്ദേഹത്തെ ശാസിക്കുകയോ അദ്ദേഹത്തെ തിരുത്തുകയോ അദ്ദേഹത്തിന് താക്കീത് കൊടുക്കുകയോ ചെയ്ത് കൂടെ നിർത്തണം. അദ്ദേഹത്തെ തിരുത്തുകയാണ് വേണ്ടത്, അദ്ദേഹത്തെ ഉപേക്ഷിക്കല്ല. തിരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹം തെറ്റ് സമ്മതിക്കണം. ശരി മാഷെ, ഏതായാലും MLA സ്ഥാനത്ത് തുടരാൻ തന്നെയാണ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം. അതിന് നേരത്തെ യുവരാജ് ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായി അവിടെ BJPക്ക് നേട്ടമുണ്ടാക്കുകയും ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ വന്നു നിൽക്കുന്ന ഈ ഘട്ടമായതുകൊണ്ടും അതിൽ കോൺഗ്രസിന് ആശങ്കയുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെപ്പിക്കുന്നതിന് വൈമുഖ്യം കാണിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.